നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. മലമ്പുഴ പനമരക്കാടിനു സമീപം വാർത്താ ചിത്രീകരണത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. മരിച്ചത് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി 34-കാരൻ മുകേഷ്. സംഭവം ബുധനാഴ്ച രാവിലെ. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. ചെറുതുരുത്തിയിൽ വീട്ടമ്മയുടെയും വയോധികയുടെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണ്ണമാലകൾ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പള്ളിക്കരയിൽ ഏപ്രിൽ 30-നാണ് 80 വയസ്സുള്ള ഉർവശിയുടെയും 40-കാരി രജിതയുടെയും സ്വർണ്ണമാലകൾ ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. 100% വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ വിദ്യാലയങ്ങൾ. സംസ്ഥാനത്ത് SSLC ഫലം കാത്തിരിക്കുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. ജില്ലയിൽ ഫലം കാത്തിരിക്കുന്നത് 39,667 വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. വാർത്താ ചിത്രീകരണത്തിനിടെ പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി 34-കാരൻ മുകേഷാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. ആനക്കൂട്ടമിറങ്ങുന്നത് ചിത്രീകരിക്കുന്നതിനായി മുകേഷും സംഘാംഗങ്ങളും പോയതായിരുന്നു. ഇവരുടെ നേർക്ക് പാഞ്ഞെടുത്ത ആനയെ കണ്ടതും സംഘം ചിതറി ഒഴുകുകയായിരുന്നു. ആന തിരിച്ചുപോയതിനു ശേഷമുള്ള തിരച്ചിലിലാണ് മുകേഷ് വീണ കിടക്കുന്നതായി കണ്ടത്. ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാട്ടാന പേടിയിലമർന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല ഗ്രാമം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പുറകിലുള്ള അകമല താഴ്വാരത്തെ തൂമാനം, കുഴിയോട്, പട്ടാണിക്കാട്, ചേപ്പക്കോട് പ്രദേശങ്ങളിലാണ് അടുത്തിടെയായി കാട്ടാനയുൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് വരെ നാട്ടിൽ സ്വൈര്യമായി കഴിഞ്ഞിരുന്നവരാണ് ഇവിടെയുള്ളവർ. എന്നാൽ ഇന്ന് വന്യജീവികളെ പേടിച്ച് വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് പോലും ഇറങ്ങാതെയായി. ഇവിടത്തുകാരിൽ ഭൂരിഭാഗവും കർഷകരാണ്. റബ്ബറാണ് പ്രധാന വിള. ഒപ്പം തെങ്ങും കവുങ്ങും കുരുമുളകും വാഴയും പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇന്നലെ പുലർച്ചെയാണ് മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചത്. നേരത്തെ കാട്ടാനയിറങ്ങി 300-ലധികം വാഴകളും തെങ്ങുകളും നശിപ്പിച്ചിരുന്നു. ആനപ്പേടി മൂലം റബ്ബർ ടാപ്പിങ്ങിന് വരെ ആളെ കിട്ടാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആനശല്യത്തിന് പുറമെ കാട്ടുപന്നികളുടെയും മാനിൻ്റെയും മയിലിൻ്റെയും കുരങ്ങുകളുടെയും ശല്യം പ്രദേശത്തുണ്ട്. കുട്ടികളെ വീടിന് പുറത്തേക്ക് കളിക്കാൻ വിടാൻ പോലും ഭയമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതുപോലെ ആന വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര നാളും നമുക്ക് വീടിന് പറമ്പിലേക്കൊക്കെയാണ് ആന വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ വീട്ടിലേക്കും കൂടെ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ഓടുവീടാണ്. അപ്പോൾ ആന വന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൃഷി പോകുന്നതിലുപരി നമ്മുടെ ജീവനാണല്ലോ ഏറ്റവും നമുക്ക് വലുത്. പീച്ചി വനമേഖലയിൽ നിന്നുമാണ് വാഴാനിക്കാടുകളിലേക്ക് വന്യജീവികൾ കടക്കുന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു തടയിടാൻ വാഴാനി മുതൽ പട്ടാണിക്കാട് വരെയുള്ള പ്രദേശത്ത് സൗരവേലി സ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ ദിവസങ്ങൾക്ക് മുൻപ് വീട്ടമ്മയുടെയും വയോധികയുടെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണ്ണമാലകൾ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പള്ളിക്കരയിൽ ഏപ്രിൽ 30-നാണ് വീടിന് മുന്നിൽ വച്ച് തോറ്റപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ 80 വയസ്സുള്ള ഊർവശിയുടെ 1.5 പവൻ തൂക്കം വരുന്ന മാലയും ഇവരുടെ പേരക്കുട്ടിയായ ദിനേശന്റെ ഭാര്യ 40 വയസ്സുള്ള രജിതയുടെ വായ പൊത്തിപ്പിടിച്ച് കഴുത്തിൽ കിടന്നിരുന്ന 4 പവൻ സ്വർണ്ണമാലയും ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3-ന് മന്ത്രി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. 4,27,105 വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 7,977 വിദ്യാർത്ഥികൾ കൂടുതൽ. ഇതോടൊപ്പം THSSLC, AHSLC ഫലങ്ങളും പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലയിൽ 39,667 വിദ്യാർത്ഥികളാണ് പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. 99.7% കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം. ഷൊർണൂരിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജറുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 15-ാം വാർഡിൽ വീടിനോട് ചേർന്ന് അനധികൃതമായി ഷെഡ് നിർമ്മിച്ച നിരോധിത ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന വരിക്കോട്ടിൽ യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് സാധനങ്ങൾ പിടിച്ചെടുത്തത്. 318 കിലോ നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, 20 കിലോ പേപ്പർ പ്ലേറ്റ്, 2400 പേപ്പർ ഇലകൾ, 4950 പേപ്പർ ഗ്ലാസുകൾ എന്നിവയാണ് വരിക്കോട്ടിൽ യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ഇവ പിടിച്ചെടുത്തിട്ടുണ്ട്. നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ നഗരസഭ
അനൗൺസ്മെന്റ്, ചുമരെഴുത്തുകൾ തുടങ്ങി വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നിട്ടും നിയമം ലംഘിച്ച് ഇത്തരം സാധന സാമഗ്രികൾ വിൽപ്പന നടത്തുന്നതിനെതിരെയാണ് കർശന പരിശോധന നടത്തിയത്. പരിശോധനയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡിജിൽ രാജ്, ലിഷ സി ജോർജ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ നേതൃത്വം നൽകി. നിരോധിച്ച പ്ലാസ്റ്റിക് സാധനങ്ങൾ സൂക്ഷിക്കുന്നവരിൽ നിന്ന് 500,000 രൂപ വരെ പിഴ ഈടാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി PS രാജേഷ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്തിലെ ആനക്കല്ല് കുടിവെള്ള പദ്ധതിയുടെ തടയണ വറ്റിവരണ്ടതോടെ കുടിവെള്ള പ്രതിസന്ധിയിൽ പ്രദേശവാസികൾ. 1-ാം വാർഡിലെ 250ഓളം വരുന്ന കുടുംബങ്ങളുടെ ഏക ആശ്രയമായിരുന്നു ഈ തടയണ. ഒരാഴ്ചയായി ജലവിതരണം നടക്കാത്തതിനാൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. കൊട്ടക്കുന്ന്, പടിപ്പുരക്കാട്, ആനക്കല്ല്, ചെവിക്കൽക്കുണ്ട്, മരുതൂർക്കുണ്ട്, നെല്ലിക്കുന്ന് തുടങ്ങിയ 250ഓളം കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ വലയുന്നത്. പലരും പണം കൊടുത്താണ് കുടിവെള്ളം എത്തിക്കുന്നത്. 2 തവണ കാഞ്ഞിരപ്പുഴ ഡാം തുറന്ന് തടയണയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നെങ്കിലും നിലവിൽ കാഞ്ഞിരപ്പുഴ ഡാമിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഒരു 100-300 കുടുംബങ്ങൾക്കുള്ള വെള്ളമാണിത്. ഇത് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഒരു 3 പ്രാവശ്യം വെള്ളം വിട്ടു കിട്ടി. അത് ഇതുവരെയ്ക്കും താഴെയും അണക്കെട്ടിൽ വെള്ളമുണ്ട്, മുകളിലുണ്ട്, തടയണയുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് സെൻട്രലിലൊരു തടയണ കട്ട് ചെയ്തില്ല, നേരെ നോക്കാത്തത് കൊണ്ട് വെള്ളം ഇല്ലാണ്ടായി. അതുകൊണ്ട് ഈ 300 കുടുംബങ്ങളും 1-ാം വാർഡിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ വേനൽ മഴ ലഭിച്ചാലേ ഇനി ആനക്കൽ തോടിലെ തടയണയിൽ വെള്ളം എത്തുകയുള്ളൂ. നിലവിൽ തോടിലെ വെള്ളം വറ്റിയതോടെ പരിസരങ്ങളിലെ കിണറുകളിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. തടയണയിൽ വെള്ളം എത്തിക്കാനുള്ള നടപടി വേണമെന്നാവശ്യപ്പെട്ട് പദ്ധതി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെ നേരിൽ കണ്ടിരുന്നു. ഡാമുകളിൽ വെള്ളമില്ലെന്ന മറുപടിയാണ് കളക്ടറിൽ നിന്നും ലഭിച്ചത്. ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ മണൽച്ചാക്ക് നിരത്തിയാണ് തോടിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചിരിക്കുന്നത്. ഇതുമൂലം വെള്ളം വ്യാപകമായി പാഴായിരുന്നു. തോട്ടിൽ സ്ഥിരം തടയണ നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനും നിവേദനം നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സ്ഥിരം തടയണ നിർമ്മിച്ച് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇതുപോലെ ഭീകര കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന് പദ്ധതി ഭാരവാഹികളായ കൺവീനർ KP ശിവദാസ്, ചെയർമാൻ സിദ്ദിഖ്, K ഷൗക്കത്ത് അലി തുടങ്ങിയവർ STV ന്യൂസിനോട് പറഞ്ഞു. തോട്ടിൽ വെള്ളം പൂർണ്ണമായി വറ്റി തീരെ വെള്ളമില്ലാതാവുകയും ഇതിന് പകരം സംവിധാനം നിലയ്ക്ക് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുകൊണ്ട് അത് കിണർ വഴി വിതരണം ചെയ്യുന്ന ഒരു രീതിയും നമ്മൾ അവലംബിച്ചിരുന്നു. 2 പ്രാവശ്യം അതിനെ ശ്രമിച്ചു നടന്നു. എന്നാൽ ഇപ്പോൾ കാഞ്ഞിരപ്പുഴയിൽ നിന്നും വെള്ളം ഇല്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജലവിതരണം പൂർണ്ണമായി നിന്നിരിക്കുകയാണ്. കിണർ വറ്റി തീരെ വെള്ളമില്ല. 250ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്. ആർക്കും കിണറുകളില്ല. അതുപോലെ തന്നെ ഈ പാറ പ്രദേശത്ത് പല വീടുകളിലും മഴക്കാലത്ത് മാത്രം വെള്ളം കിട്ടുന്ന കിണറുകളാണുള്ളത്. കിണറുകൾ പൂർണ്ണമായി വറ്റിപ്പോയി. അപ്പൊ ജലവിതരണ പദ്ധതിയിലെ വെള്ളം കിണർ വറ്റിയതോടുകൂടി ജലവിതരണ പദ്ധതി പൂർണ്ണമായി നിലച്ചൊരവസ്ഥയിലാണ്. ഞങ്ങൾ ഭാരവാഹികൾ എന്ന നിലയ്ക്ക് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അതിന് വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും മോട്ടോർ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് സത്വരമായ നടപടി ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. CPM V4 പട്ടാമ്പി സഖ്യത്തിന്റെ വികസന ഭരണത്തിൽ UDFന് അസ്വസ്ഥതയുണ്ടെന്ന് നഗരസഭാ വൈസ് ചെയർമാനും V4 പട്ടാമ്പി നേതാവുമായ TP ഷാജി. CPM V4 പട്ടാമ്പി മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. കൂറുമാറിയ കൗൺസിലർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും TP ഷാജി പറഞ്ഞു. ഇപ്പോഴത്തെ ഭരണത്തെ ജനം പിന്തുണയ്ക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാറുണ്ടെന്നും TP ഷാജി പറഞ്ഞു. ഭരണകക്ഷിയിലെ കൂറുമാറിയ കൗൺസിലർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഷാജി പറഞ്ഞു. ആ കൂട്ടായ്മക്ക് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് ഞങ്ങൾ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത്. അപ്പോൾ ഇത്രയും വർഷക്കാലം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നു. ആ ഭരണമാറ്റത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു. ആ ഭരണത്തിന് പിന്തുണ നൽകാതെ മാറി നിന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഈ അവസാന ഘട്ടത്തിൽ ഈ ഭരണകക്ഷിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. താൻ UDF നേതാക്കളെ കാണുന്നത് ചർച്ചയായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും TP ഷാജി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ AKTA സംസ്ഥാന ട്രഷറർ G കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രസവ ധനസഹായം
15,000 രൂപ ഒറ്റ തവണയായി നൽകണമെന്നും മിനിമം പെൻഷൻ 5,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികളുടെ റിട്ടയർമെന്റ് തുക വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ ശക്തമായ പ്രതിഷേധം കൺവെൻഷനിൽ ഉയർന്നുവന്നു. തയ്യൽ തൊഴിലാളികൾക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശികയില്ലാതെ മാസം തോറും വിതരണം ചെയ്യണമെന്നും സർവീസ് പെൻഷൻ അനുവദിച്ചു തരണമെന്നും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കേണ്ടത് 10 തയ്യൽക്കാരെ കണ്ടാൽ അവരുടെ പ്രകടനം കണ്ടാൽ ആവേശം മൂത്ത് പറയുന്നത് പലതും നമുക്ക് വേണ്ടി ചെയ്യാറില്ല എന്ന വസ്തുത നമ്മൾ പഠിക്കണം. ഇപ്പൊ എന്താ അവസാനമായി ചെയ്തു തീർത്തിരിക്കുന്നത്? 2020 50 രൂപ വെച്ചടച്ച തൊഴിലാളികളിൽ 10,000-ഓളം ആൾക്കാർക്ക് 27,000 രൂപ കിട്ടേണ്ട തൊഴിലാളികൾക്ക് 8,000-ഉം 9,000-ഉം 10,000-ഉം ഒക്കെ ആയിട്ട് വെട്ടിക്കുറച്ച് കൊടുത്തിരിക്കുന്നു. കൺവെൻഷനിൽ AKTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. സതികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. മറ്റു ഭാരവാഹികളായ ശൈല ജോയ്, അമ്മിണി കുമാരൻ, KA ജോയ്, കൃഷ്ണൻ കപ്പ്യാരത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MT രമ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ നന്ദി അറിയിച്ചു. 39 ഏരിയ കമ്മിറ്റിയിൽ നിന്നായി 400 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മുള്ളൂർക്കര റേഞ്ച് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. യോഗം സുന്നി മഹല്ല ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പ്രവർത്തിച്ച ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറയിൽ ദീർഘകാലം നമ്മുടെ റേഞ്ചിൽ നിന്നും സേവനം ചെയ്തിട്ടുള്ള മഹാനായ PM ഇമ്പിച്ച് മുസ്ലിയാർ നബറല്ലാഹു ബറക്കത്തുഹു, ബഹുമാനപ്പെട്ടവർ ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. യാത്രാ സൗകര്യത്തിന് ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും സ്വന്തമായി വാഹനമാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും നമുക്കുള്ള കാലത്തും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ കുറവും എല്ലാ പോയിന്റുകളിലും എത്തണമെങ്കിലും മാറി മാറി യാത്ര ചെയ്യേണ്ട ബസ് മാറി കയറേണ്ട സാഹചര്യത്തിൽ പോലും ചെറുതുരുത്തിയിൽ നിന്ന് ഷൊർണൂരിലേക്കും ഷൊർണൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്കും പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരിയിലേക്കും വളാഞ്ചേരിയിൽ നിന്ന് സ്റ്റാറാനിയിലേക്കും ബസ് യാത്ര ചെയ്തിരുന്ന വന്യവയോധികനായിരുന്നു മഹാനായ PM ഇമ്പിച്ച് മുസ്ലിയാർ എന്നതുപോലെ തന്നെയാണ്. പക്ഷെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് വളരെ ആരോഗ്യവാനായിരുന്നു. മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തീഷ് KP ഷംസുദ്ദീൻ ദാർമി അധ്യക്ഷനായി. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ മുദരിബ് K. മുഹമ്മദ് ഷരീഫ് യമാനി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. സമസ്തയുടെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന PT കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ പേരിലുള്ള അനുസ്മരണ പ്രാർത്ഥനാ സദസ്സിന് റേഞ്ച് പ്രസിഡന്റ് A. അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി. പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് FKJM തൃശൂർ ജില്ലാ നിരീക്ഷകൻ K. ഹംസ അൻവരി നിയന്ത്രിച്ചു. KS മുഹമ്മദ്, KM ഉമ്മർ മാസ്റ്റർ, PS ഗമറുദ്ദീൻ മൗലവി, PK മൂസ എന്നിവർ സംസാരിച്ചു. റേഞ്ച് ജനറൽ സെക്രട്ടറി BAM അജ്മൽ ബാഗവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KA ഹംസക്കുട്ടി മൗലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മലമ്പുഴ പനമരക്കാടിനു സമീപം വാർത്താ ചിത്രീകരണത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. മരിച്ചത് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി 34-കാരൻ മുകേഷ്. സംഭവം ബുധനാഴ്ച രാവിലെ. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. ചെറുതുരുത്തിയിൽ വീട്ടമ്മയുടെയും വയോധികയുടെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണ്ണമാലകൾ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പള്ളിക്കരയിൽ ഏപ്രിൽ 30-നാണ് 80 വയസ്സുള്ള ഉർവശിയുടെയും 40-കാരി രജിതയുടെയും സ്വർണ്ണമാലകൾ ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. 100% വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ വിദ്യാലയങ്ങൾ. സംസ്ഥാനത്ത് SSLC ഫലം കാത്തിരിക്കുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. ജില്ലയിൽ ഫലം കാത്തിരിക്കുന്നത് 39,667 വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.